ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കട്ട കേട്ടോ. കോഴിക്കട്ട ഗോതമ്പും കൊണ്ടാണ് കേട്ടോ കോഴിക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 12 മണിയായപ്പം ഞാൻ എന്താ ഇങ്ങനെ ഗോതമ്പ് കുഴച്ച് നല്ല റെഡിയാക്കി വലിയൊരു ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് പ്രസ്സൊന്നും ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ പതുക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം കേട്ടത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്മോൾ ഉണ്ടാക്കി നമുക്ക് എടുക്കാം. അതിന് മുമ്പ് അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തേങ്ങ, ശർക്കര, ജീരകം, ഏലക്ക ഇത്രയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും മിക്സ് ചെയ്യത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കണം. പണ്ടൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഈ മമ്മിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി വെക്കുന്ന സാധനങ്ങളില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ. ശർക്കരയും ഈ പറഞ്ഞ തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് ഞോണ്ടിക്കൊണ്ട് പോകും. പുറകെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിപ്പോൾ ഇളക്കി വന്നു കഴിഞ്ഞപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തിന്നാനൊരു പൂതി. നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് തന്നെ തിന്നത് മൊത്തം തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് തീർന്നും ഉണ്ടാക്കാനുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ കൈ കൊണ്ട് കുഴയ്ക്കാതെ സ്പൂണും കൊണ്ടൊക്കെ കുഴയ്ക്കും. അതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. ഞാൻ ഇപ്പം അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ല. നമ്മൾ സാധാ ആൾക്കാർ സാധാ രീതിയിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തീ പിടിപ്പിക്കണം. പിന്നെ വേണ്ടത് ആ ഉണ്ട ചെറിയ ബോളുകളാക്കി അപ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് പിടിപ്പിച്ചേക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച പാത്രത്തിൽ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഉണ്ടകളെ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഞങ്ങളിവിടെ ഞാനും അച്ഛനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടെണ്ണം വെച്ച് മതിയല്ലോ. അതുകൊണ്ട് അതനുസരിച്ച് കൊച്ച് ഒരെണ്ണക്കിയത് തിന്നുള്ളൂ, ചിലപ്പോൾ തിന്നാതെന്നു. അവൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊന്ന് ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഞാനത് ഇലയുടെയാക്കി നമ്മുടെ വഴനയിലയിൽ റെഡിയാക്കി. പക്ഷെ അതിൽ കുറച്ചൊക്കെ കിള്ളി പൊളിച്ച ശർക്കരയുടെ മധുരമുള്ള ഭാഗം മാത്രം കിള്ളി പറിച്ച് തിന്നു, ബാക്കി അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് മൊത്തം ഉണ്ടയാക്കാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കിവിടെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല ഈ ഉണ്ടയും മറ്റേ നമ്മുടെ പിടിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതിലൊക്കെ ഇത് കുറച്ച് ബോളിന് വലിപ്പം കൂടുതലായിട്ട് ഇതാ. ഇപ്പോൾ ഇവിടെ ഒരു ആ ഉണ്ട ഇപ്പം നമുക്ക് 8 ഉണ്ടയാക്കിയും ആ വലിയ ബോൾ ചെറിയ 8 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പരത്തി നല്ല സോഫ്റ്റ് ഇതുപോലെ ഒന്ന് കയ്യിൽ തന്നെ വെച്ച് ഇങ്ങനെ കാണിച്ച് ഇനി നമുക്ക് ആ ഫില്ലിംഗ് ഇല്ലേ, അതായത് ശർക്കരയും പിന്നെ ജീരകവും തേങ്ങയും ഏലക്കായൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ലേ, ഇതെനിക്ക് കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഫില്ല് ചെയ്ത് വെച്ചേക്കണേ ഇതും കൂടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബോളിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് കവർ ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വൈകുന്നേരം സ്നാക്സ് പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ മമ്മിമാർ എന്തൊക്കെ ഉണ്ടാക്കി ചെയ്യണേ? ഇങ്ങനത്തെ പലഹാരങ്ങളാണോ അതോ ബേക്കറി ആണോ? നമ്മുടെ ബേക്കറി കുറവാണ്, ബേക്കറി വാങ്ങിക്കൽ ചുരുക്കമാണ്. ഇതുപോലെ ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ കൊച്ചിൻ്റെ ചേച്ചിമാർക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ കൊച്ചിന് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാച്ചിൽ പുഴുങ്ങിയത്, കപ്പപ്പുഴുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൽ നനച്ചതൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ. അപ്പോൾ ബോൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നോരോന്നേ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് അഗെയിൻ അതുപോലെ തന്നെ രണ്ടാമത്തതും എടുത്ത് പരത്തി കുഴിച്ച് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കണേ അതോ വേറെ രീതിയിലാണോ എന്നൊക്കെ ഉള്ളതൊന്ന്
കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കട്ടൻ ചായയോ വൈകുന്നേരം പാൽ ചായ ഇഷ്ടമുള്ളത് പാൽ ചായ, കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കട്ടൻ ചായ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആ കഴിക്കുമ്പോഴൊരു രസം. പണ്ടൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കത്തില്ലേ, അതുപോലെ ഇപ്പം ഓരോ വീടുകളിൽ 1-2 പേരൊക്കെ ഉള്ളൂ. അവർക്കൊക്കെ എവിടെ നിന്ന് അങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ നേരം. ഓരോരുത്തർ ജോലിക്കാർ, പിന്നെ കൂടുതൽ സമയം മൊബൈലിൽ ചിലവഴിക്കുന്നത് കൊണ്ട് ആർക്കും ആരോടും പരസ്പരം മിണ്ടാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാനോ ഉള്ള ഒരു സമയമൊന്നും ആരും ഇപ്പോൾ കണ്ടെത്തുന്നില്ലല്ലോ. അതൊക്കെ ഒരു കാലമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാലം. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു നെടുവീർപ്പും ഒക്കെ വരും. കാരണം അങ്ങനെയൊക്കെ അതൊരു രസമായ ഒരു കാലഘട്ടങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി അതൊക്കെ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയുടെ പോക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മളത് അങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കുക. കോഴിക്കോട്ട ശനിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ശനിയാഴ്ച അന്നേരത്ത് ഇങ്ങനെയുണ്ട്. കോഴിക്കോട്ട ശനിയാഴ്ചക്ക് ഇതുപോലെ കോഴിക്കട്ട ഉണ്ടാക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇതിപ്പോൾ കോഴിക്കോട്ട ശനിയാഴ്ച ഒന്നുമല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ പലഹാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടയൊക്കെ ഉരുട്ടി തീരാറായിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ, സന്തോഷമായിട്ടിരിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും പരസ്പരം ഓർക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വേണ്ടി പ്രത്യേകം നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. കാരണം മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ലഹരിയും ഒക്കെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് നല്ലൊരു തലമുറയെ ഇനിയുള്ള കാലങ്ങളൊക്കെ വാർത്തെടുക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അതേ പറഞ്ഞു വന്ന് കാട് കയറി പോകണം, അത് വേണ്ട. അപ്പോൾ ഇനി ഇത് വേറൊരു ഷേപ്പിൽ നമുക്ക് കേട്ടോ. അതിലിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്നാ പറയണേ, മോമോസ് ഉണ്ടാക്കില്ലേ, മോമോസിൻ്റെ ഷേപ്പിൽ മോമോസിൻ്റെ ഷേപ്പിൽ വന്നില്ലേ ഇപ്പം, അച്ചും ഒന്നുമില്ലാതെ കൈകൊണ്ട് തന്നെ നമുക്ക് മോമോസിൻ്റെ ഷേപ്പിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയും വേറെ രീതിയിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത്തൊക്കെ കൂടി പോകുന്നുണ്ട്. നമുക്ക് വേഗം സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് നമുക്ക് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ഒരു ഇതിടാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാമേ. ഇവിടെ കോഴിക്കോട്ട ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി പല ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കി എന്ന് മാത്രം. ഒരു രസം, പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. ഇനി നമുക്കിതുണ്ടല്ലോ, ഈ ഇങ്ങനെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇതിനെന്നാ പറയണേ, ഇങ്ങനത്തെ ഒരു പലഹാരം, കുഴലപ്പം അല്ലാതെ തന്നെ ഇതുപോലെ തന്നെ വേറൊരു പലഹാരത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് ഇങ്ങനത്തെ ഒരു പലഹാരം, കുഴലപ്പമല്ല, വേറെ എന്തോ ഒരു ഇത്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി ഈ ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കുന്ന ഒരു വീഡിയോ വേറെ ഒരെണ്ണത്തിലിടാം കേട്ടോ. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.